കേരളത്തിലെ ചർച്ച യാ ഇബാദല്ലയല്ല. കേരളത്തിലെ ചർച്ച യാ ഇബാദല്ലയല്ല. യാ ഇബാദല്ലയല്ല ചർച്ച, മറിച്ച് ഈ പ്രത്യേകമാക്കി വിളിക്കലാണ്. യാ ഇബാദല്ലയെ പറ്റി പണ്ഡിതന്മാര് പലതും പറഞ്ഞിട്ടുണ്ടാവും. യാ ഇബാദല്ലയല്ല ചർച്ച. ഇപ്പൊ നമുക്ക് ബോധം വന്നു. ഇതെന്താ അറിയെങ്കിൽ നമ്മളെ ഇതേ പ്രസംഗിച്ച ഈ ഊക്കിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, മൂപ്പര് എഴുതിയത് 26/12/2011 നടന്ന കേരള ജമിയത്തുലമയുടെ ദൗറ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. 3 വിഷയങ്ങൾ. മൂന്നാമത്തെ വിഷയം എന്താ? യാ ഇബാദല്ല ഐനു എന്ന ഹദീസും അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും. യാ ഇബാദല്ല ഇപ്പൊ ചർച്ച അല്ലല്ലോ. കേരളത്തിലെ ചർച്ച യാ ഇബാദല്ലയല്ല. യാ ഇബാദല്ലയല്ല ചർച്ച. അവിടെ എപ്പോഴും പോയത് ഇപ്പൊ ചർച്ച? നിങ്ങളിവിടെ 2000 വിസ്തുണ്ടാണ് എത്രയും മുമ്പാണ് 2011 KJUവിന്റെ മുമ്പാകെ ദൗറയുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ യാ ഇബാദല്ല ഉണ്ടോല്ലേ? ഉണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു അനീഫ് കായക്കൊടിയോട്, അന്ന് നിങ്ങൾ ഇത് നിങ്ങൾക്ക് വായിക്കാൻ തയ്യാറുണ്ടോ? ചർച്ച യാ ഇബാദല്ലയല്ല. കേരളത്തിലെ ചർച്ച യാ ഇബാദല്ലയല്ല. യാ ഇബാദല്ലയല്ല ചർച്ച. എന്താ നിങ്ങൾ യാ ഇബാദലിനെ പറ്റിയത്? ഇതാ കേട്ടോളി. യാ ഇബാദൽ എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്കൂടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സൂക്ഷ്മ പഠനത്തിന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി സിൽസിലത്തുൽ ഹദീസ് വായിക്കുക. ഈ ശരിക്ക് കേട്ടോളിട്ടോ, ഇതിലൊക്കെ പെട്ടുപോയ കേന്നന്മാർ ശരിക്ക് ശ്രദ്ധിച്ചോളി. ഈ നേതാക്കന്മാരെ ഒച്ചയും വെല്ലുവിളിയും കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, ഇതൊക്കെ പച്ച നുണ പറയാണ്. നീ കേട്ടോളി. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ആ പണ്ഡിതന്മാരെ പേരൊന്ന് പറയാമോ? അതേതായാലും ഫൈസൽ മൗലവി അല്ലല്ലോ, പിന്നെ PN അല്ലല്ലോ, പറപ്പൂരല്ലല്ലോ, നമ്മളാരും അല്ലല്ലോ. ഇത് 2011 വിസ്തല്യല്ലെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? യാ ഇബാദൽ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് തെളിവല്ല. ഇനി കേട്ടോ, യാ ഇബാദൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ വിഭാഗം പണ്ഡിതന്മാരുടെ പേര് പറയണം. ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. ശിർക്ക്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദറായി പരിഗണിക്കണമെന്നാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ആരാണ്? കായക്കൊടി മറുപടി പറയണം. ബസാർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ആ പണ്ഡിതന്മാരെ പേര് ഇവിടെ പറയണം. ചർച്ച യാ ഇബാദല്ലയല്ല. കേരളത്തിലെ ചർച്ച യാ ഇബാദല്ലയല്ല. ചർച്ച അല്ലല്ലോ യാ ഇബാദത്ത്. പിന്നെ ഇതൊക്കെ എന്തിനാ ഇതിണ്ടാക്കിയ ഞങ്ങള്? ഇതൊക്കെ എന്തേതിനുണ്ടാക്കിയ? ഇനി കേട്ടോളി. ഇനി വീണ്ടും പറയാൻ, ഒരാൾ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിന്റെ ഭാഗമാണിത് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഹുസൈനി അഭിപ്രായം കൂടി ഇവിടെ നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. അത് നിങ്ങൾക്ക് വായിക്കാൻ തയ്യാറുണ്ടെന്ന്? ഇത് നിങ്ങൾ അന്ന് ചേർത്ത് വായിച്ചത് ഇന്ന് ചേർത്ത് വായിക്കാൻ കായക്കൊടി തയ്യാറുണ്ടോ? യാ ഇബാദത്ത് എന്ന് പറഞ്ഞ ദിക്ർ മാത്രാണ്. ഇനി കേട്ടോ, ഇനി ഇത് സ്വഹിയാണെന്ന് പരിഗണിച്ചാൽ തന്നെയും അത് ഇത്തരം സാഹചര്യങ്ങൾക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങൾ ഒതുങ്ങി നിൽക്കുന്നതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. ആ പണ്ഡിതാഭിപ്രായത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞ് ഷിർക്ക്. ശരിയല്ലേ? ഇനി കേട്ടോ, ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ലെന്നുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നടത്തിയ അത്തരം ചർച്ചകളെ കേവലം വൈജ്ഞാനിക ചർച്ചകളായി മാത്രമാണ് നാം പരിഗണിക്കേണ്ടത്. അപ്പൊ ആ വൈജ്ഞാനിക ചർച്ചയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നടുക പിളർത്താനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെതിരെ പച്ചയായിക്കൊണ്ട് ശിർക്ക് ആരോപിച്ച് അവരെ നരകത്തിന്റെ ആളുകളും അമ്രുബുൽ ഹയ്യാക്കാനും വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയത് ഈ യാ ഇബാദല്ലയാണ്. ഇപ്പൊ പറയാണ് യാ ഇബാദല്ല ചർച്ച അല്ല. ഇനി കേട്ടോ ബാക്കി. ഇബാദല്ലയെ പറ്റി പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. സ്വഹിയാന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞവരുണ്ട്, അത് ലൈഫാണ്. സ്വഹിയായ എന്ന് പറഞ്ഞവരുണ്ട്. ആരാണത്? പറയണം. സ്വഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ ചോദിക്കുന്നു, സ്വഹീഹാണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, സ്വഹീഹാണെങ്കിൽ വിജനപ്രദേശത്ത് വെച്ചുകൊണ്ട് യാ ഇബാദല്ല എന്ന് വിളിക്കാമോ? യാ ഇബാദല്ല വിളിച്ചാൽ ശിർക്കാകുമോ? കായക്കൊടി മറുപടി പറയണം. ബാക്കി അത് ലൈഫാണെന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞവരുണ്ട്, മറ്റേ ഹദീസുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞവരുണ്ട്. അതല്ല ഇവിടെ ചർച്ച. ചർച്ച അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ് ചർച്ച. അവിടെ തന്നെയാണ്. എവിടേക്കാണ് പായണത്?
അവിടെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് യായ്ബാദമെന്ന് ഇപ്പോൾ എല്ലാം കൊണ്ട് ഊരിയിട്ട് നിങ്ങളിപ്പോൾ ഇസ്തിആനത്ത് പിന്നിഞ്ചൊക്കെ ചാടണം. അതവിടെ നിന്നോട്ടെ കായക്കൊടി. യായ്ബാദ് നിങ്ങൾക്ക് എന്താ അത്ര വലിയ ഇടങ്ങേറ് നിങ്ങൾക്ക്? ഇത് നിങ്ങൾ എഴുതിണ്ടാക്കിയതല്ലേ? ഈ എഴുതി ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ?